ഗൗതം, ഇന്ന് പുലർച്ചെ മുതൽ ഏകദേശം ഒരു 7 മണി മുതൽ തുടങ്ങിയ ഓണാഘോഷ പരിപാടികളാണ് ടൗൺഷിപ്പിൽ. ഇവിടെ ഒരു വലിയ പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അളവെത്രയാണെന്നൊന്നും അറിയില്ല, എന്നാലും കണ്ണിൽ കാണുമ്പോൾ തന്നെ വലിയ അളവിലുള്ളൊരു പൂക്കളം നമുക്കിവിടെ ദൃശ്യമാണ്. ആദ്യം ആ പൂക്കളത്തിലേക്ക് തന്നെ പോകാം. വയനാട് ടൗൺഷിപ്പിലെ ഫേസ് 1 കൂട്ടായ്മയുടേതാണ് ഈ ഓണാഘോഷം. ഏകദേശം 178 കുടുംബങ്ങളാണ് ഫേസ് 1 അവർ ഒത്തൊരുമിച്ച് ഒന്നിച്ചൊന്നായി ഒരു ഓണാഘോഷം നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ ദുരന്തമുണ്ടായതിനു ശേഷം പിന്നീട് ഇവർ ഈ ടൗൺഷിപ്പിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷമാണ് ഇത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ അതൊന്ന് വേറെ തന്നെയാണ്. ഇവർ ഒരു കഥകളിയുടെ രൂപം വരുന്ന രീതിയിലുള്ള ഒരു വലിയ ഓണപ്പൂക്കളമാണ് ഒരുക്കിയിരിക്കുന്നത്. അല്പം മുൻപ് വയനാട് ജില്ലാ കളക്ടറായിട്ടുള്ള DR മേഘശ്രീ ഇവിടെ എത്തി ഇതിന് ഉദ്ഘാടനം, അതായത് തിരി തെളിയിച്ചുകൊണ്ട് ഔദ്യോഗിക ഉദ്ഘാടനങ്ങളെല്ലാം നടത്തിയിരുന്നു. വിവിധ പായസങ്ങളൊക്കെ രാവിലെ തന്നെ കൊടുത്തുകൊണ്ട്, അതുപോലെ ഫേസ് 1 എല്ലാ കുടുംബങ്ങളും എത്തിക്കൊണ്ട് ചേർന്നിട്ടുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു ഓണാഘോഷമാണ്. ഇവിടെ അല്പം മുൻപ് കൈകൊട്ടിക്കളി നടന്നിരുന്നു. ഇനി വിവിധ കലാമത്സരങ്ങളിലേക്കെല്ലാം കടക്കുകയാണ്. നമുക്ക് അവിടെ പ്രതികരണങ്ങൾ തേടാം. എങ്ങനെയുണ്ട് ടൗൺഷിപ്പിലെ ആദ്യത്തെ ഓണാഘോഷം അല്ലേ? അടിപൊളിയാണ്. പിന്നെ ചൂരൽമല നല്ല അടിപൊളിയായിട്ട് നടത്തിയിരുന്നായിരുന്നു. 2 വർഷമായിട്ട് ഒന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ നല്ല ആഘോഷമായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇനി പുറത്ത് ഇതുപോലെ ആഘോഷിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. അവരും കൂടി വന്നാൽ അടുത്ത വർഷം ഞങ്ങൾ പൊളിക്കും. ഇതൊരു പെട്ടെന്നുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നോ? പെട്ടെന്നല്ല, ഞങ്ങൾ 2 വർഷമായപ്പോൾ എല്ലാവരും ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല സമാധാനം, എല്ലാവർക്കും ഒരു സമാധാനം കിട്ടി. വീട്ടിൽ വന്ന് താമസാക്കിയപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓണം ഒന്ന് ഉഷാറാക്കാൻ വിചാരിച്ച് ഞങ്ങൾ തീരുമാനിച്ചതാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ? ഇന്ന് വടംവലി ഉണ്ട്, പിന്നെ കൈകൊട്ടിക്കളി ഉണ്ട്, പിന്നെ കസേരകളി ഉണ്ട്, ലെമൺ സ്പൂൺ ഉണ്ട്, പിന്നെ ചട്ടി പൊട്ടിക്കലുണ്ട്, സുന്ദരിക്ക് പൊട്ടുതൊടലുണ്ട്, എല്ലാ മുട്ടായി വെറുക്കൽ, എല്ലാ പരിപാടിയും ഉണ്ട്. അതാണ് വിവിധ കലാപരിപാടികൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ നിന്നിന്റെ ഓർമ്മകളിൽ നിന്നെല്ലാം വിട്ടുമാറി ഇന്ന് ഒരു ഓണനാളിൽ ഇവർ സന്തോഷിക്കുകയാണ്. ഇതാ നമുക്ക് മുന്നിൽ സാരിയൊക്കെ ഉടുത്ത് സുന്ദരികളായിട്ട് കുറച്ച് കുട്ടികൾ വന്നിരിപ്പുണ്ട്. ഇവരിവിടെ കൈകൊട്ടി കളി നടത്തിയ കുട്ടികളാണ്. ഇവരുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് കൂടെ ചോദിക്കണം. എന്താണ് ഓണത്തിന് വിശേഷങ്ങളൊക്കെ? ഒന്നുമില്ല, നല്ല പരിപാടികളൊക്കെ തന്നെ. നിങ്ങളല്ലേ ഓണത്തിന് ഈ കൈകൊട്ടിക്കളിയൊക്കെ നടത്തിയത്, എന്നിട്ട് നിങ്ങൾക്ക് വിശേഷമൊന്നുമില്ലേ? ഉണ്ട്, ഞങ്ങളെ നാട്ടിലും ഉണ്ട് ഞങ്ങൾക്ക് ഓണപരിപാടി. ഏതാ നിങ്ങളുടെ നാട്? എങ്ങനെയാ ഈ കൈകുട്ടികളെയൊക്കെ പഠിച്ചത്? എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാ? ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് ഇങ്ങനെ ടീം വേണമെന്ന് വിചാരിച്ചു. ടൗൺഷിപ്പിൽ നിങ്ങൾ വന്നപ്പോൾ ഒരു സന്തോഷം എന്താ? ആരാ ടൗൺഷിപ്പിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചപ്പോ എന്തായിരുന്നു സന്തോഷം? എന്താ? ഞങ്ങളെ കൂടുതലുള്ള ആളെ ഒരു മാമ വിളിച്ചിട്ടാണ് വന്നത്. അടിപൊളിയാക്കിയോ പരിപാടിയൊക്കെ? അപ്പോൾ കൈകൊട്ടിക്കളി നടത്തിയ കുട്ടികളാണ് നമുക്കൊപ്പം ഉള്ളത്. അവർ മറ്റൊരിടത്തെ കുട്ടികളാണ്. ടൗൺഷിപ്പിലേക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ മനം നിറഞ്ഞു വന്നവരാണ്. അല്പം മുമ്പ് അവരുടെ മത്സരം ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഇനി അടുത്ത കലാമത്സരങ്ങളിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ പ്രായമായ കുറച്ച് അമ്മമാരുണ്ട്, അവരോടും പ്രതികരണം തേടാം. അമ്മേ, ടൗൺഷിപ്പിലെ ഓണം എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് ശേഷമുള്ള ആദ്യത്തെ ഓണമല്ലേ? ആദ്യത്തെ ഓണമാണ്. എന്താ, എങ്ങനെയുണ്ട്? എന്താ വിശേഷങ്ങളൊക്കെ, പുതിയ വിശേഷങ്ങളൊക്കെ? ഉഷാറാണോ? ഉഷാറാണ്. എന്ത് ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാരും? ഇല്ല. കഴിച്ചോ? എന്തോ കഴിച്ചേ? പായസമൊക്കെ കുടിച്ചു. രാവിലെ ചായയും ബിസ്ക്കറ്റും തന്നു. ഇപ്പൊ പായസം കുടിച്ചു. ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അതായത് രാവിലെ എത്തിയതാണ്. ഇവിടെ പൂക്കളം ഒരുക്കിയത് ഇവർ തന്നെയാണ്. ഈ വീട്ടമ്മമാരെല്ലാവരും ചേർന്ന് ഇവിടെ ഇത്ര മനോഹരമായൊരു പൂക്കളം ഒരുക്കി. തുടർന്ന് ചായ കുടിച്ചു. അതിനുശേഷം ഇപ്പോൾ പായസ വിതരണവും നടന്നു. അതിമനോഹരമായാണ് ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ആഘോഷ പരിപാടികൾക്ക് കൂടുതൽ മാറ്റേക്കിക്കൊണ്ട് ജില്ലാ ഭരണകൂട നേതൃത്വങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വയനാട് ജില്ലാ കളക്ടറായിട്ടുള്ള DR മേഘശ്രീ മാഡമുണ്ട്. മാഡം, ടൗൺഷിപ്പിലെ പുതിയൊരു ഓണാഘോഷമാണ്, എങ്ങനെയാണ്? ടൗൺഷിപ്പിലെ നല്ല രീതിയിലുള്ള ഓണാഘോഷമാണ് നടക്കുന്നത്. എല്ലാവരും ഒരു ചിരി കാണുന്നുണ്ട് എല്ലാവരുടെ മുഖത്തിലും. കുട്ടികളും നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി നല്ല പൂക്കളമൊക്കെ ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. ബിക്കോസ് നമ്മൾ കണ്ടത് വിഷമങ്ങൾ തന്നെ ആയിരുന്നു. ഒരു ചടങ്ങ് വന്നാലും അത് വാർഷികത്തിൻ്റെ ചടങ്ങ് അങ്ങനെയുള്ള ഒരു ആയിരുന്നു. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്തോഷ നിമിഷം
ഇനി മുതൽ സന്തോഷങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാവട്ടെ, ചടങ്ങുകൾ നല്ല രീതിയിലുള്ള ചടങ്ങുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മുടെ വയനാട് ജില്ലയുടെ വാരാഘോഷം നാളെ ഉദ്ഘാടനമൊക്കെയാണല്ലോ, അതിന്റെ പരിപാടികൾ എന്തൊക്കെയാണ് കൂടുതൽ? ബാക്കിയുള്ള എല്ലായിടത്തും വളരെ നല്ല രീതിയിൽ ഓണാഘോഷിച്ച് വരുന്നുണ്ട്. ലോകം മുഴുവനായിട്ട് മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ നമ്മളെ നാട്ടിലും ഓണാഘോഷം നടക്കുന്നുണ്ട്. നാളെ നമുക്ക് ജില്ലാ ലെവൽ ഇനാഗുറേഷൻ ഉണ്ട്. നമ്മുടെ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ പറയാമോ? എല്ലാവർക്കും ഓണാശംസകൾ. നല്ല രീതിയിൽ നമുക്ക് എല്ലാ കേരളം മുഴുവനായിട്ട് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ കളക്ടറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ടൗൺഷിപ്പുകാരുടെ കൂടെ ഇവരും ഓണാഘോഷമാണ്. ടൗൺഷിപ്പിൽ ഒരു വീടിന്റെ മുൻവശത്താണുള്ളത്. ഇവിടെ വിദ്യാർത്ഥികളുടെ അടക്കം വിവിധ കലാമത്സരങ്ങളും നടക്കുന്നുണ്ട്. അവർക്കെല്ലാം പ്രൈസും ഇവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും സന്തോഷത്തിലാണ് എല്ലാവരും. ആ ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്നെല്ലാം മാറി പുതിയൊരു ഓണത്തിലേക്ക്, പുതിയൊരു ഓണരാവിലേക്ക് വരവേറ്റതിന്റെ സന്തോഷത്തിലാണ് ഗൗതം. മുബാറക്കാണ് ടൗൺഷിപ്പിലെ ഓണ വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അവർ വലിയ സന്തോഷത്തിലാണ്. ജീവിതം കൂടുതൽ തെളിച്ചത്തിലേക്ക് എത്തുന്നു. ആഘോഷത്തിലേക്ക്, സന്തോഷത്തിലേക്കൊക്കെ കടന്നു വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അവരുടെ ജീവിത സാഹചര്യവും മാറിയെത്തുകയാണ്.